നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ദക്ഷിണ ദ്വാരക എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഗുരുവായൂരാണ്. ഗുരുവായൂരാണ് ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നു. ആൻസർ ഗുരുവായൂരാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രം ഏതാണ്? അതും ഏത് തന്നെയാണ്? ഗുരുവായൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രം ആൻസർ ഗുരുവായൂരാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഗുരുവായൂരിലുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയമാണ് കേട്ടോ. അല്ലെങ്കിൽ ഗുരുവായൂരിലാണ് ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ആൻസർ എന്താണ്? ഗുരുവായൂരാണ്. ഗുരുവായൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കളിമൺ പ്രതിമ ഏതാണെന്ന് അറിയാമോ? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കളിമൺ പ്രതിമ എവിടെയാണ്? ആ കളിമൺ പ്രതിമ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുരുവായൂരിലെ മരപ്രഭു പ്രതിമയാണ്. ഗുരുവായൂരിലുള്ള മരപ്രഭു പ്രതിമയാണ്. മഞ്ജുളാൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് മഞ്ജുളാൽ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഗുരുവായൂരിലാണ്. അതുപോലെ ആനയോട്ടം നടക്കുന്ന എവിടെയാണ്? ഗുരുവായൂരിലാണ്. എവിടെയാണ്? ഗുരുവായൂരിലാണ്. അതുപോലെ തന്നെ ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നു ഏതാണ്? ശബരിമല മകരവിളക്ക്. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നു. ആൻസർ എന്താണ്? ശബരിമല മകരവിളക്ക്. അതുപോലെ തന്നെ സീസണിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രം ക്ഷേത്രം ഏതാണ്? ശബരിമലയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ടെലിമെഡിസിൻ ആരംഭിച്ച ക്ഷേത്രം ഏതാണ്? ശബരിമലയാണ്. അതുപോലെ തന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. കേട്ടോ. അതുപോലെ ശബരിമലയെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? അച്ചൻകോവിൽ ആറാണ്. ശബരിമലയെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? അച്ചൻകോവിൽ ആറുമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ തീർത്ഥാടകരെത്തുന്നതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ചോറ്റാനിക്കര ദേവീക്ഷേത്രമാണ്. ചോറ്റാനിക്കര ക്ഷേത്രം ഏത് ജില്ലയാണ്? എറണാകുളം ജില്ലയാണ്. ഏതാണ്? എറണാകുളം ജില്ലയാണ്. അതുപോലെ ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. അതുപോലെ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് ഫേമസ് ആണ്. അമ്പലപ്പുഴ പാൽപ്പായസം ലോക പ്രശസ്തമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ദക്ഷിണ കേരളത്തിലെ പഴനി ഏതാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ദക്ഷിണ കേരള പഴനി ഏതാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ജില്ല ചോദിച്ചാൽ ആലപ്പുഴയാണ്. ദക്ഷിണ മൂകാംബിക ഏതാണ്? പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രം. ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. അതുപോലെ തന്നെ അതുപോലെ പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ശബരിമല ഏതാണ്? ആറ്റുകാലാണ്. സ്ത്രീകളുടെ ശബരിമല എവിടെയാണ്? ആറ്റുകാൽ. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആഘോഷം ഏതാണ്? ആറ്റുകാൽ പൊങ്കാലയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആഘോഷം ഏതാണ്? ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല എവിടെ ഇടം നേടിയിട്ടുണ്ട്? ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണ മൂകാംബിക എന്ന് പറഞ്ഞു. ഏതാണ്? ദക്ഷിണ മൂകാംബിക പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ശിവരാത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ക്ഷേത്രം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണ്?
ആലുവ ശിവക്ഷേത്രമാണ്. ആലുവ ശിവക്ഷേത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ പിതൃതർപ്പണത്തിന് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥലം ഏതാണ്? ആലുവയാണ്. ആലുവ മണപ്പുറമാണ്. പിതൃതർപ്പണത്തിന് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ പ്ലേസ് എന്ന് പറഞ്ഞാൽ ആലുവ മണപ്പുറമാണ്. അതുപോലെ തന്നെ അഷ്ടമിരോഹിണി, അതുപോലെ ജന്മാഷ്ടമി, അതുപോലെ വിഷു, ഇവയൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന ക്ഷേത്രം എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ഗുരുവായൂരാണ്. എവിടെയാണ്? ഗുരുവായൂരിലാണ്. അതുപോലെ നവരാത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന ക്ഷേത്രം ഏതാണ്? നവരാത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ആൻസർ ചോറ്റാനിക്കരയാണ്. അതാണ് ചോറ്റാനിക്കരയാണ്. അതുപോലെ മീനഭരണി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന ക്ഷേത്രം എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന ഉത്സവം ചോദിച്ചാൽ ചെട്ടികുളങ്ങര ഭരണിയാണ്. കേട്ടോ. ചെട്ടികുളങ്ങര ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കുത്തിയോട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട സ്ഥലവും ഏതാണ്? കുത്തിയോട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട സ്ഥലം ഏതാണ്? ചെട്ടികുളങ്ങരയാണ്. ഏതാണ്? ചെട്ടികുളങ്ങരയാണ്. അതുപോലെ ഏഴരപ്പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. ഏറ്റുമാനൂർ ക്ഷേത്രം ഏത് ജില്ലയാണ്? കോട്ടയം ജില്ലയാണ്. ഏതാ ജില്ലയാണ്? കോട്ടയം ജില്ലയാണ്. അതുപോലെ വൈക്കം ശിവക്ഷേത്രം ഏത് ജില്ലയാണ്? വൈക്കം ശിവക്ഷേത്രം എവിടെയാണ്? വൈക്കം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയാണ്. എവിടെയാണ്? കോട്ടയം ജില്ലയാണ്. അതുപോലെ കേരളത്തിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എവിടെയാണെന്ന് അറിയാമോ? തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയാണ്. അതുപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ജില്ല ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയാണ്. ആറന്മുള പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ തന്നെ വർഷത്തിൽ 12 ദിവസം മാത്രം നടതുറപ്പുള്ള ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ഒരു വർഷത്തിൽ 12 ദിവസം മാത്രമേ ആ ക്ഷേത്രത്തിൽ നടതുറപ്പുള്ളൂ. എവിടെയാണെന്ന് അറിയാമോ? തിരുവൈരാണിക്കുളം ക്ഷേത്രം. ജില്ല ഏതാണ്? ജില്ല എറണാകുളം ജില്ലയാണ്. ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാഗരാജക്ഷേത്രം അല്ലെങ്കിൽ നാഗക്ഷേത്രം ഏതാണ്? മണ്ണാറശാലയാണ്. മണ്ണാറശാല നാഗക്ഷേത്രം ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണ്. ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെയാണ്? മലനടയാണ്. മലനട എവിടെയാണ്? മലനട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. മലനട ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. അതുപോലെ 12 വിളക്കിന് ഏറ്റവും പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? 12 വിളക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത് എവിടെയാണ്? ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രമാണ്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പം നമ്മൾ കേരളത്തിൽ പെട്ടെന്ന് സ്റ്റുഡൻറ്റ് മനസ്സിലേക്ക് ഓർമ്മ വന്നു. തിരുവോണം ഉത്സവമായിട്ട് കൊണ്ടാടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? തൃക്കാക്കര ക്ഷേത്രം. ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. തിരുവോണം ഉത്സവമായിട്ട് കൊണ്ടാടുന്ന കേരളത്തിലെ ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രമാണ്. ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ലയാണ്. അപ്പം ഞാൻ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ പ്രയോജനപ്പെടുന്നവയാണ്, ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. വീഡിയോ കാണുന്നവരെ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് കാണുക കേട്ടോ. വീഡിയോ കാണാൻ നിർബന്ധിക്കുന്നവരെ വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക.